നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു നമുക്ക് എങ്ങനെ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് അത് കുട്ടികൾക്ക് മെറ്റീരിയൽസ് ഷെയർ ചെയ്യാനും അസസ്മെന്റിനും വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളത്. അതുപോലെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരിതാണ് കുട്ടികളായിട്ട് നമുക്ക് സംവദിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കുട്ടികളായിട്ട് നമ്മൾ സംവദിക്കാനായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട്, ബിഗ് ബ്ലൂ ബട്ടൺ ഉണ്ട്, സൂം ആപ്പ് ഉണ്ട്, അങ്ങനെ പല ടൂൾസും അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ കുട്ടികൾക്കും എല്ലാ സമയവും ഓൺലൈനായിട്ട് കാണാൻ സാധിച്ചെന്ന് കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അത് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ കാണാൻ നമുക്ക് screencast-o-matic എന്ന വെബ്സൈറ്റിൽ പോവുക. screencast-o-matic.com എന്ന വെബ്സൈറ്റിൽ പോവുക. ഈ വെബ്സൈറ്റിൽ പോയിട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫോർ ഫ്രീ എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുവാനും ഇൻസ്റ്റാൾ ചെയ്യുവാനും ചോദിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ലോഞ്ച് ഫ്രീ റെക്കോർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് ഈ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയത് കാരണം അത് ചോദിക്കും. ഓൾറെഡി ഉള്ളത് കാരണം ലോഞ്ചിങ് ദ റെക്കോർഡർ എന്ന് തന്നെ പറയും. അപ്പോൾ നമ്മളിവിടെ screencast-o-matic ലോഞ്ചർ ക്ലിക്ക് ചെയ്യുക. screencast-o-matic ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു ഡോട്ടഡ് ബോക്സ് ലൈൻ നമുക്കിതിന്റെ പുറമെ നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു പോർഷനും കാണാം. ഈ ഒരു പോർഷനിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീൻ മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാം, നമ്മുടെ വെബ് ക്യാം മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീനും വെബ് ക്യാമും ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന വ്യക്തിയുടെ വീഡിയോയും കൂടി ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ സ്ക്രീൻ മാത്രം റെക്കോർഡ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലെങ്കിൽ ഒരു PDF ഫയൽ അതിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ക്രീനിന്റെ ഏത് ഭാഗമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെയാണ് എൻ്റെ കണ്ടന്റ് വരുന്നത്, ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ കണ്ടന്റ് വരുന്നത്. അപ്പോൾ ആ കണ്ടന്റ് ഉള്ള ഭാഗത്തേക്ക് ഈ സ്ക്രീൻ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കും. സ്ക്രീൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ, ഈ ഒരു ബോക്സിനുള്ള പോർഷൻ മാത്രമേ ഇപ്പോൾ റെക്കോർഡഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഇത് നമ്മളൊരു ഫ്രീ വെർഷൻ ആയത് കാരണം നമുക്ക് 15 മിനിറ്റ് സമയം വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് ഒന്നുകിൽ അത് നിൽക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു മുമ്പേ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇത് കൊടുക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു 15 മിനിറ്റ് താഴെയുള്ള സെഷൻസ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കാണാനും എല്ലാം സൗകര്യമായിരിക്കും. അതുകൊണ്ട് ഷോർട്ട് വീഡിയോസ് ആണ് എപ്പോഴും അഭികാമ്യം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റെക്കോർഡ് എന്നൊരു ബട്ടൺ ഉണ്ട്. ഈ റെക്കോർഡ് എന്നുള്ളൊരു ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു കൗണ്ടർ വരും, 1 2 3 ഗോ. നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ആവറേജ് വാല്യൂ എന്താണെന്നുള്ളത്, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഇക്വേഷൻ എന്താണ്, ഏത് 2 ടൈപ്പ് മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയി താഴെ നമ്മൾ അടുത്ത സ്ലൈഡ് എടുക്കണം. അപ്പോൾ ആ പർട്ടിക്കുലർ സ്ലൈഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. സൈനസോയിഡൽ ഒരു വേവ് ഫോമിന്റെ നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഏരിയ അണ്ടർ ദ ഹാഫ് സൈക്കിൾ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. അപ്പോൾ നമുക്ക് 2Im/π എന്ന് നമുക്ക് ചെയ്യുമെന്ന് നമുക്ക് കുട്ടികളുടെ അടുത്ത് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിവിടെ നമുക്ക് പോസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ഇനി നമുക്കിത് ഒന്നുകൂടെ നമ്മൾ പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റെക്കോർഡ് ബട്ടൺ ഞെക്കുക. അപ്പോൾ അത് പിന്നെയും കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് ഇനിയും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ പോസ് ചെയ്യുക. ഇവിടെ ഡൺ എന്നൊരു ബട്ടൺ ഉണ്ട്.
ഈ ഡൺ എന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഓപ്ഷൻസ് ആണ് ചോദിക്കുന്നത്. സേവ് ഓർ അപ്ലോഡ്, ക്വിക്ക് ഷെയർ, എഡിറ്റ് വീഡിയോ. എഡിറ്റ് വീഡിയോ എന്നുള്ളത് നമുക്ക് ഈ ഫ്രീ വേർഷനിലെ എല്ലാ ഓപ്ഷൻസൊന്നും കിട്ടുകയില്ല. അത് കാരണം നമ്മൾ അതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഇനി നമ്മൾ ഇവിടെ സേവ് ഓർ അപ്ലോഡ് എന്ന് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് കാണാൻ പറ്റും. നമുക്ക് കാണാം ഈ ഒരു കേഴ്സറിൻ്റെ ഇവിടെ ഒരു മഞ്ഞ കളറിലൊരു സർക്കിൾ കാണാൻ പറ്റും. അപ്പോൾ കേഴ്സർ എവിടെയാണ് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വീഡിയോയുടെ എല്ലാ പോർഷനും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അവസാന ഭാഗത്ത് നിന്ന് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മാറ്റിവെക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഒന്നുകിൽ നമുക്ക് യൂട്യൂബിലേക്ക്, നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് വീഡിയോ ഫയലായിട്ട് നമുക്കിത് റെക്കോർഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൾഡർ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് എന്നൊരു ഫോൾഡറാണ്. ആ ഡെസ്ക്ടോപ്പ് ഫോൾഡറിലേക്ക് ഇത് പോകും. നമ്മൾ പബ്ലിഷ് കൊടുത്തു കഴിയുമ്പോൾ അത് ഇറ്റ് വിൽ സ്റ്റാർട്ട് പബ്ലിഷിങ്. അങ്ങനെ ഈ വീഡിയോ ഇതിനകത്തേക്ക് റെക്കോർഡ് ചെയ്ത് സേവ് ആവും. ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരും. വലിയൊരു വീഡിയോ ആകുമ്പോഴത്തേക്കും ഒരു 3 to 4 minutes അതിനകത്ത് എടുക്കും. ഇനി ഞാനിവിടെ ബ്രൗസ് ഫോൾഡർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡിംഗ് 16 എന്നാണ് അത് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റെക്കോർഡിംഗ് 16 ഞാൻ ഓപ്പൺ ചെയ്യാം. നമുക്ക് അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ ഡെഫിനിഷൻ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഇതിന്റെ ആകെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 15 മിനിറ്റ്സിന്റെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അവരുടെ ലോഗോ ഇവിടെ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സൗണ്ട് ക്ലാരിറ്റിയിൽ ഏറ്റവും നല്ലതാണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക്. അതിന് നമുക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഫിൽട്രേഷനും കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഔട്ട്സൈഡ് ഡിസ്റ്റർബൻസസ് അതിനകത്തേക്ക് വളരെ മിനിമലായിട്ടേ വരുന്നുള്ളൂ. ഇനി ഈ ഒരു വീഡിയോ നമുക്ക് കുട്ടികളായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമുക്ക് ആ ലിങ്ക് നമുക്ക് കൊടുക്കാം. കുട്ടികൾക്ക് അത് കാണാനും സാധിക്കുന്നതാണ്. ഇത് ഒരു ഇതിനു മുമ്പുണ്ടാക്കിയ വീഡിയോസ് എല്ലാം ഈ ഒരു പർട്ടിക്കുലർ ആപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയും അതിൻ്റെ ഉപയോഗവും. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ സ്ക്രീൻ കാസ്റ്റോമാറ്റിക് എന്ന് വെച്ച് ചെയ്യുന്നത് ഇവിടെ തീരുന്നു. താങ്ക് യു.